മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ചേർന്ന് വോട്ട് കച്ചവടം നടത്തി അല്ലെങ്കിൽ വോട്ടിൽ മറിമായം നടത്തി അധികാരത്തിൽ ഏറിയതായി തെളിവ് സഹിതം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമർത്ഥിക്കുമ്പോൾ അത് വ്യാജമാണെന്ന് പറയുവാൻ, ആ തെളിവുകൾ ഒന്നും പരിശോധിക്കാതെ അതിനെ വ്യാജമാണെന്ന് പറയുവാൻ ഷാജൻ സ്കറിയ തയ്യാറായത് മോഡി സ്തുതിയുടെ അടിസ്ഥാനത്തിലാണ്. മോഡിയെ പ്രകീർത്തിക്കുന്ന ഇതുപോലെ ഒട്ടേറെ മീഡിയകളുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മാത്യു ശാമുവേൽ മോഡി സ്തുതിയുമായി രംഗത്ത് വന്ന് ഒരു കേസിൽ പ്രതിയായി തീർന്ന ശേഷം അദ്ദേഹം ആ നിലപാട് മാറ്റിയിട്ടുണ്ട്. കാശ് കിട്ടുമ്പോൾ എന്തും വിളിച്ചു പറയാം എന്ന തോന്നൽ മാധ്യമ പ്രവർത്തകരുടെ സ്ഥിരം ഒരു ബലഹീനതയായി തീർന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും ഭീകരമായ ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിയാണ് മോദി എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകുമോ എന്ന് തോന്നില്ല. ഒരു മണ്ഡലത്തിൽ മാത്രം, ബാംഗ്ലൂരിൽ 1,250,000 കള്ള വോട്ടുകൾ കാര്യകാരണ സഹിതം തെളിയിച്ചപ്പോൾ അതിനെതിരെ ഒരു തെളിവുമില്ലാതെ ഏതോ ഒരു പത്രപ്രവർത്തകനോ BJP നേതാവോ വിളിച്ചു പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ കള്ളമാണെന്ന് പറയുവാൻ ഷാജൻ സ്കറിയയ്ക്ക് എങ്ങനെ കഴിയുന്നു? അദ്ദേഹം മറുനാടൻ മലയാളി എന്ന പേരിലാണല്ലോ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത്. മറുനാടൻ മലയാളി എന്ന് പറഞ്ഞാൽ മറുനാട്ടിൽ എവിടെയോ ആയിരിക്കണം. പക്ഷെ ഓഫീസും കുറെ ഉദ്യോഗസ്ഥരും തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. പേരോ മറുനാടൻ മലയാളി. ഏതോ ഒരു കാലഘട്ടത്തിൽ കുറെ നാളുകൾ ഇംഗ്ലണ്ടിൽ താമസിച്ചപ്പോൾ മറുനാടൻ മലയാളി ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ സ്ഥിരം താമസിക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് 70ഓളം ഉദ്യോഗസ്ഥരും തിരുവനന്തപുരത്തും അതിനോട് ചുറ്റിപ്പറ്റി കേരളത്തിൽ മറ്റു പലയിടങ്ങളിലും ആണ്. പേരെന്താണ്? മറുനാടൻ മലയാളി. വാർത്തകളോ മുഴുവൻ പ്രാദേശികവും ഇന്ത്യയിലെ കാര്യങ്ങളും മാത്രം. അപ്പൊ ഇങ്ങനെ ഒട്ടേറെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്ന, ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ധാരാളം പത്രപ്രവർത്തകർ നമ്മുടെ രാജ്യത്തുള്ളത് ലജ്ജാകരമാണ്. ഡോക്ടർ അരുൺ കാര്യകാരണ സഹിതം ഈ ഇലക്ഷൻ മാമാങ്കത്തെ, തട്ടിപ്പിനെ തെളിയിച്ചു കൊണ്ടുവരുമ്പോൾ സുജയ പാർവതി എന്നൊരു മോഡി സ്തുതിപാഠക ഇരുന്നുകൊണ്ട് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നാം ഒക്കെ ഇളിഭ്യരായി പോകും. അവരെന്താണ് പറയുന്നത്? രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനല്ല, രാഹുൽ ഗാന്ധി തട്ടിപ്പാണ്. വിഷയവുമായിട്ട് യാതൊരു പുലബന്ധവുമില്ലാത്ത പ്രത്യാക്രമണമാണ് സുജയ പാർവതി അവിടെ നിന്ന് നടത്തുന്നത്. ഇവരൊക്കെ കോട്ടയത്ത് പത്തനംതിട്ടയിലൊക്കെ ജനിച്ച് വളർന്ന ആളെന്ന നിലയിൽ നമുക്ക് ഞങ്ങളെപ്പോഴൊക്കെ അഭിമാനം തോന്നാം. പക്ഷേ ലജ്ജ തോന്നുന്നു. പത്രപ്രവർത്തനത്തിന്റെ ABCD പോലും അറിയാൻ വയ്യാതെ ഏതോ സ്ഥാപനത്തിലെ പഠിക്കുകയും പരിചയിക്കുകയും ചെയ്തപ്പോൾ വലിയ പ്രവർത്തകനായിട്ടൊക്കെ വിലസുകയാണ്. പത്രപ്രവർത്തകർക്ക് അടിസ്ഥാനപരമായ ആവശ്യം ഉണ്ടായിരിക്കേണ്ടത് ആർജവമാണ്. സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുക. ഇതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞു ഷാജൻ സ്കറിയ ന്യൂനപക്ഷത്തിനെതിരെയാണെന്ന്. ഇപ്പോൾ കോൺഗ്രസിനെ അടിമുടി വിമർശിക്കുക. കോൺഗ്രസുകാരല്ലാത്ത ഞങ്ങൾ അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖം തോന്നുകയാണ്. ഇത്രമാത്രം ശക്തിയോടുകൂടെ ഉശിരോടുകൂടെ പ്രതിപക്ഷത്ത് ഇരുന്നുകൊണ്ട് ഇന്നത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ നെറികേടുകൾ
ചൂണ്ടിക്കാണിക്കുവാൻ കഴിഞ്ഞ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസിന്റെ വക്താക്കളല്ലാതിരിക്കുന്ന, കോൺഗ്രസ് പാർട്ടിയിൽ ഉൾപ്പെടാത്ത ഞങ്ങൾക്ക് പോലും അദ്ദേഹത്തിന്റെ ആ സത്യസന്ധത, ആർജവം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിനെ ഒരു കാരണവുമില്ലാതെ ഖണ്ഡിക്കുവാൻ ഷാജൻ സ്കറിയയ്ക്ക് എങ്ങനെ കഴിഞ്ഞു? ലജ്ജാകരം. ഇത് പത്രപ്രവർത്തനമല്ല, പാർട്ടി പ്രവർത്തനമാണ്. നമുക്കാവശ്യം സത്യസന്ധമായ വാർത്തകൾ വായനക്കാരെ, കേൾവിക്കാരെ അറിയിക്കുക എന്ന പ്രവൃത്തി ആയിരിക്കട്ടെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു പത്രപ്രവർത്തകനോടും എല്ലാവർക്കും ഒരു മമതാ സ്നേഹമുണ്ടാകും. എല്ലാം പക്ഷം പിടിച്ചുകൊണ്ടുള്ള വാർത്ത ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷാജൻ സ്കറിയ ഇതുപോലെയുള്ള വ്യാജ പ്രചാരണങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കണമെന്നാണ് ഞങ്ങളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. ആഗമ മീഡിയ നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. എല്ലാവരുടെയും സഹായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ആഗമ മീഡിയയെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.